എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ജല്ലിക്കെട്ടിന് അനുമതി നൽകുന്ന ഓർഡിനൻസ് ഗവർണർ അംഗീകരിച്ചു. മധുരയിൽ നാളെ കാളയോടും. സാക്ഷ്യം വഹിക്കാൻ മുഖ്യമന്ത്രിയും. പ്രക്ഷോഭകർ സമരം അവസാനിപ്പിക്കുന്നു. ജല്ലിക്കെട്ട് നടത്തിപ്പിന് ഓർഡിനൻസിൽ കർശന വ്യവസ്ഥകൾ. കണ്ണൂരിലെ ബി.ജെ.പി. പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 6 CPIM-കാർ പിടിയിൽ. കൊലപാതക കാരണം രാഷ്ട്രീയം തന്നെയെന്ന് പോലീസ്. സ്വത്തുതർക്കം എന്നാവർത്തിച്ചു CPIM. കുറ്റത്തിൽ നിന്നൊഴിയാൻ നോക്കേണ്ടെന്ന് BJP. ലോ അക്കാദമി പ്രിൻസിപ്പലിനെതിരായ പരാതികൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അന്വേഷിക്കും. സർവകലാശാല സിൻഡിക്കേറ്റ് 23, 24 തീയതികളിൽ തെളിവെടുക്കും. ബുധനാഴ്ച റിപ്പോർട്ട് നൽകും. വിദ്യാർത്ഥികളുടെ സമരം 11ാം ദിനം. വരൾച്ചാഭീതിയും നോട്ട് നിരോധനവും സംസ്ഥാനം നേരിടുന്ന പ്രധാന വെല്ലുവിളികളെന്ന് മുഖ്യമന്ത്രി. പദ്ധതി വിഹിതം ചെലവാക്കുന്നത് അവസാന 3 മാസത്തേക്ക് വയ്ക്കുന്ന രീതി വേണ്ട. ജനകീയാസൂത്രണ പരിപാടി ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സംസ്ഥാന സ്കൂൾ കലോത്സവം ആവേശപ്പോരിലേക്ക്. കിരീടത്തിനായി കോഴിക്കോടും പാലക്കാടും ഇഞ്ചോടിഞ്ച്. ജനപ്രിയ ഇനങ്ങൾക്കെല്ലാം തിരശ്ശീല വീണു. ലോ അക്കാദമി ലോ കോളേജിലെ സമരം ഉന്നത വിദ്യാഭ്യാസ സമിതി അന്വേഷിക്കും. 23, 24 തീയതികളിൽ സമിതി കോളേജിൽ തെളിവെടുപ്പ് നടത്തും. ഇന്ന് ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. അതേസമയം പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് ലക്ഷ്മി നായർ രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം 11 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് സർക്കാരിന്റെ ഇടപെടൽ. മാനേജ്മെന്റിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ പരിശോധിക്കുവാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തി. കേരള സർവകലാശാല സിൻഡിക്കേറ്റും പരാതികൾ പരിശോധിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. 23, 24 തീയതികളിൽ സിൻഡിക്കേറ്റ് ഉപസമിതി അക്കാദമിയിലെത്തി തെളിവെടുക്കും. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പ്. 25-ന് സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം തിങ്കളാഴ്ച കോളേജ് തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. എന്നാൽ കോളേജ് തുറക്കരുതെന്ന നിർദ്ദേശം പോലീസും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്കാദമിയുടെ പുറത്ത് വിദ്യാർത്ഥി സംഘടനകൾ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നിർദ്ദേശം. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ വിദ്യാർത്ഥികളെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് മുഖം നോക്കി ഇന്റേണൽ മാർക്ക് നൽകുന്നു. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ ക്യാമറ സ്ഥാപിച്ചു എന്നീ ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തെത്തിയത്. അതേസമയം അക്കാദമി മാനേജ്മെന്റിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സർക്കാർ പരിശോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണം. അവിടെയും ഇത് സംബന്ധിച്ചിട്ടുള്ള ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ ഓരോന്നായി പരിശോധിച്ച് അവിടുത്തെ കോളേജിലെ പഠനം തുടർന്ന് നടത്താൻ ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. അക്കാദമി മാനേജ്മെന്റിന് സർക്കാർ രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഭരണ പ്രതിപക്ഷ MLA-മാരടക്കം പൂർവ്വ വിദ്യാർത്ഥികളായതിനാൽ LDF-ഉം UDF-ഉം ഇതിൽ ഒത്തുകളിക്കുകയാണെന്ന് BJP-യും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ലെങ്കിലും ലക്ഷ്മി നായർ സ്ഥാനമൊഴിയാൻ തയ്യാറല്ലെന്നാണ് മാനേജ്മെന്റിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. റിപ്പോർട്ടർ തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ സംഭവിക്കുന്നത് എന്ത്? ഈ ചർച്ചയിൽ ശ്രീ ജേക്ക് സി തോമസ് SFI സംസ്ഥാന പ്രസിഡന്റ്, ശ്രീമതി T. പാർവതി സാമൂഹ്യ നിരീക്ഷക, അവിടുത്തെ മുൻ വിദ്യാർത്ഥി കൂടിയാണ്, ശ്രീമതി കുമാരി ആശ ട്രീസ അവിടുത്തെ വിദ്യാർത്ഥിയാണ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല സിൻഡിക്കേറ്റ് മെമ്പർ, കോൺഗ്രസ് നേതാവ്. ആദ്യം കുമാരി ആശ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നുണ്ടായിരിക്കുന്നു. സർവകലാശാല സിൻഡിക്കേറ്റ് 7-അംഗ ഉപസമിതിയെ ഈ വിഷയം പരിശോധിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 23, 24 തീയതികളിൽ നിങ്ങൾ വിദ്യാർത്ഥികളുടെ അടക്കം പരാതി കേൾക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് 25-ന് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഈ വിഷയത്തിന് വേണ്ടി മാത്രം 28-ാം തീയതി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം കൂടാൻ പോവുകയുമാണ്. അതൊരു കാര്യം. 2, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് ഇവിടുത്തെ വിഷയം എന്ന് പഠിക്കുന്നു. ഇനി സമരം നിർത്തുമോ? സമരം രാജിയിലേക്ക് നയിക്കുന്ന ഏതൊരു തീരുമാനവും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. മാമിന്റെ രാജി തന്നെയാണ് എന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള കാര്യം. ഈ അന്വേഷണങ്ങളിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് അന്വേഷണത്തിലൂടെ ഒരു രാജിയിലേക്ക് നയിക്കണം. കാരണം അന്വേഷണത്തിലെ പലതരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ലക്ഷ്മി നായർ എന്ന്. അതുകൊണ്ട് അതിലൂടെ മാമിന്റെ രാജി തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പലതരം പ്രശ്നങ്ങൾ ഉള്ളതാണ്. മാം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കേണ്ടതാണ്, തുടർന്ന് പഠിക്കേണ്ടതാണ്, ഞങ്ങൾക്ക് നിയമബിരുദം കൈ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ തിരിച്ച് ഞങ്ങളുടെ കോളേജിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ ഭാവിയെ അഫക്റ്റ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു നടപടികളിൽ വ്യക്തമായ ഒരു തീരുമാനം വേണം. കാരണം 2 ഭാഗത്തു നിന്നും ഉള്ള കാര്യങ്ങൾ കേൾക്കണം. മാമിന്റെ രാജിയിലേക്ക് നയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കുമാരി ആശ, ഇതിലൊരു പ്രശ്നമുള്ളത് ലോ അക്കാദമി ഒരു പ്രൈവറ്റ് കോളേജാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് ലോ കോളേജാണ്. അതിൻ്റെ പ്രിൻസിപ്പളിനെ മാറ്റണം എന്ന് വിദ്യാർത്ഥികൾ ശാഠ്യം പിടിക്കുമ്പോൾ
അത് എത്രമാത്രം പ്രായോഗികമാകും, സാധ്യമാകും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായും നിങ്ങൾ പ്രതികാര നടപടികളെ ഭയക്കുന്നുണ്ടാകും. ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ ഇനി ലോ അക്കാദമിയിൽ ആവർത്തിക്കില്ല എന്നും സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു തരത്തിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുകയില്ല എന്നും ഈ സമരമോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ ഇന്റേണൽസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുമുള്ള ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പ് സർവകലാശാല തരാൻ തയ്യാറാണ് എങ്കിൽ പ്രശ്നം അവസാനിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെയോ ചർച്ചയിലൂടെ മാറ്റാമോ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം, ഇതൊക്കെ ഇത് തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ട് പോലും മാറാത്ത കാര്യമാണ്. അതിനെ ഇനി എങ്ങനെ മാറ്റും എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എഴുതി കൊടുത്താൽ പോലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം ഭാവിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മാമിന്റെ രാജി ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്. വ്യക്തമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ലോ അക്കാദമിയിലെ പ്രശ്നം എങ്ങനെ തീരും? പ്രിൻസിപ്പളിനെ മാറ്റുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഡിമാൻഡ്. ആ നിലയ്ക്ക് കോളേജിൽ ഒരു പ്രശ്നമുണ്ടായാൽ പ്രിൻസിപ്പളിനെ മാറ്റുക എന്നുള്ളത് സാധ്യമാകുമോ? ഇവിടെ താങ്കൾ ഈ വിഷയം നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. അതിൽ താങ്കൾക്ക് വ്യക്തിപരമായി ഉള്ള വൈരനിര്യാതന ബുദ്ധിയാണ് എന്ന ആരോപണം മാനേജ്മെന്റ് തിരിച്ചും ഉന്നയിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, സർവകലാശാലയെ സംബന്ധിച്ച് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് അവിടെയുള്ള പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് എന്തിടപെടലാണ് നടത്താൻ സാധിക്കുക? അല്ല അഭിലാഷേ, ആദ്യം പറഞ്ഞത് എനിക്ക് അവരുമായി വ്യക്തിവിരോധം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു അതിർതർക്കവുമില്ല. ഞാൻ ഈ സ്ത്രീയുമായി നേരിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല, ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ മുഖത്തോട് മുഖം കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ ആ കോളേജിൽ നടന്നിട്ടുള്ള മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് എപ്പോഴൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നീതിപൂർവമായ അന്വേഷണം നടത്തിയതിൻ്റെ പേരിൽ അവർക്കുണ്ടായ വ്യക്തിവിരോധമാകാം. അതെന്നെ സംബന്ധിച്ച് എനിക്ക് വിഷയമേ അല്ല. ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഈ കുട്ടികൾ അവർ ആരുടെയും പ്രകോപനത്തിൻ്റെ പുറത്തല്ല അവർ സമരരംഗത്തേക്ക് വന്നത്. അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർ സമരരംഗത്തേക്ക് വന്നപ്പോൾ സ്വാഭാവികമായി അത് പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെട്ടു. ആ ശ്രദ്ധയുടെ ഭാഗമായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവരെ ഈ സ്ഥാനത്തുനിന്ന് മാറണം എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് മണിക്കൂറുകളോളം പറഞ്ഞാൽ തീരാത്ത അത്രയും ഈ കോളേജിനെക്കുറിച്ചും അതിൻ്റെ ട്രസ്റ്റിനെക്കുറിച്ചും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും പറയുവാനുണ്ട്. ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വളരെ 1968 ഈ കോളേജ് തുടങ്ങുന്നത്. 71 ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ A.K. ആന്റണി ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് മറ്റു കോളേജുകളുമായി ഒപ്പിട്ടപ്പോൾ അതിൽ നിന്ന് മാറിയുന്ന ഒരു കോളേജാണ്. തുടർന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാരായണൻ സാറേ ഒന്നും ആരും തള്ളികളയുന്നില്ല. ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നൽകിയ സേവനങ്ങളും വലുതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സമൂഹത്തിലുള്ള റെപ്യൂട്ടേഷൻ, അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിരമിഡിൻ്റെ രൂപത്തിൽ വളരെ വലിയ ഒരു റെപ്യൂട്ടേഷൻ്റെ പിറകിലൂടെ ഇത്തരത്തിൽ ക്യാൻസറസായ ഒരു സ്ത്രീയുടെ ധിക്കാരവും അഹങ്കാരവും ധാർഷ്ട്യവും വളർന്നു വരുന്നു എന്ന് പൊതുസമൂഹം മനസ്സിലാക്കുവാൻ താമസിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളവർ പരാതി പറഞ്ഞപ്പോഴും അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ള പൊതുസമൂഹം ഇപ്പോൾ വിദ്യാർത്ഥികൾ പരസ്യമായി വന്ന് അവർക്കുള്ള ഗ്രീവൻസ് വളരെ പൊതുസമൂഹത്തോട് പറയുമ്പോൾ അത് ഏറ്റെടുത്തേ മതിയാവൂ. സ്വാഭാവികമായും അഭിലാഷ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളും മാധ്യമങ്ങളും ഒക്കെ ഇത് വിഷയം ഏറ്റെടുത്തപ്പോൾ ഇപ്പോൾ ഇത് 12ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. സിൻഡിക്കേറ്റ് അംഗമെന്നല്ലേ പറഞ്ഞാൽ ഇന്ന് സിൻഡിക്കേറ്റ് കൂടിയിട്ട് 24-നും 25-നും ആ കോളേജിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കും. ആ സിൻഡിക്കേറ്റിൻ്റെ സബ് കമ്മിറ്റി വെക്കുന്ന റിപ്പോർട്ട് 28-ാം തീയതി കൂടുന്ന സിൻഡിക്കേറ്റ് പരിഗണിക്കും. സിൻഡിക്കേറ്റ് സ്വാഭാവികമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അഭിലാഷ് മുമ്പ് ചോദിച്ചല്ലോ, ഒരു പ്രൈവറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ പിൻവലിക്കുവാൻ മറ്റാരെങ്കിലും കഴിയുമോ എന്ന്. ഈ മാനേജ്മെൻറ്റിൽ തന്നെ ഇതേ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ലക്ഷ്മി നായർക്ക് മാത്രമാണ് ഇപ്പോഴും കടിച്ചു തൂങ്ങി തുടരണം എന്ന ആഗ്രഹമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും അത്തരത്തിൽ സിൻഡിക്കേറ്റ് അങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ, മുൻവിധിയോട് ഞാൻ പറയുകയല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ സിൻഡിക്കേറ്റിന് മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഈ കോളേജിന്റെ അഫിലിയേഷൻ പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അതിനൊന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. തീർച്ചയായും അങ്ങനെ ശക്തമായ ഒരു നിലപാട് സർവകലാശാല എടുക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത്. ഇതുവരെ സർവകലാശാല അത് എടുത്തിട്ടില്ല. വളരെ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നതിന് പോലും വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ ജേക്സി തോമസ്, വിദ്യാർത്ഥികൾ സമരത്തിലാണ്. നിങ്ങളുടെ സംഘടന അല്പം വൈകിയാണെങ്കിലും സമരരംഗത്തുണ്ട്. പക്ഷേ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒരുമിച്ച് സമരം ചെയ്യുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് സമരം ചെയ്യുന്നു. നിങ്ങളുടെ സമരമാണ് അക്രമാസക്തമായത്. ഈ വിഷയത്തിൽ പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. എന്തുകൊണ്ടാണ് ഭരണകക്ഷിയുടെ CPIM-ൻ്റെ വിദ്യാർത്ഥി സംഘടന തന്നെ സമരരംഗത്തിറങ്ങിയിട്ടും സർക്കാരിൻ്റെ മാനേജ്മെൻറ്റിനോടാണ് താല്പര്യം എന്നുണ്ടോ? ശ്രീ അഭിലാഷ്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പായി SFI താമസിച്ചാണ് സമരം തുടങ്ങിയത്.
എന്നൊരു ക്ലോസ് ഇടയ്ക്ക് ഉപയോഗിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കാരണവശാലുമല്ല. ആ ലോ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവർക്ക് പറയാൻ വേണ്ടി കഴിയും. 6 മാസം മുമ്പ് തന്നെ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോ അക്കാഡമിയിലെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധിയായുള്ള പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും സമരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരു കുടിൽ കെട്ടിയുള്ള സമരം ആദ്യം SFI അല്ല ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ വിഷയം വ്യാപകമായി വന്നപ്പോൾ ആദ്യം അതിനെ അഡ്രസ്സ് ചെയ്യുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്തത് ലോ അക്കാഡമിയിലെ SFI യൂണിറ്റ് കമ്മിറ്റി തന്നെയാണ്. പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സർക്കാരിനെ സംബന്ധിച്ച് പറയാൻ, ഇപ്പോൾ ഞാൻ സർക്കാരിന്റെ വക്താവായിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്, ഞാൻ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ വക്താവായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നിരവധിയായിട്ടുള്ള, ഇപ്പോൾ SFIയുടെ മാത്രമല്ല മൊത്തത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും അതേപോലെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെയും ഒക്കെ നിരവധിയായ ആവശ്യങ്ങളുടെ ഭാഗമായി സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ലോ അക്കാഡമിയിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥി സമരങ്ങളുടെ കാരണഹേതുക്കളായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പഠിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ നമ്മൾ വാശി പിടിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ കേരളത്തിൽ ആകെ ഒരു സമര വസന്തത്തിന്റെ കാലമായി നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം കുടിയിറക്കപ്പെട്ട മുഴുവൻ കലാലയങ്ങളിലേക്കും തിരികെ ആ മധ്യവർഗത്തിൽപ്പെട്ട അതേ രക്ഷിതാക്കളും അതേ വിദ്യാർത്ഥികളും ആവേശപൂർവ്വം ഇന്ന് തിരയുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെയും അതിന്റെ ഉറവിടത്തെയും സംബന്ധിച്ച് തന്നെയാണ് ഇന്ന് അവർ ആവേശപൂർവ്വം തിരയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ എല്ലായിടങ്ങളിലും നമ്മുടെ നാട്ടിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലാകെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഒരു ബ്ലൂമിംഗ് സ്റ്റേജിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലോ അക്കാഡമിയിലും സമാനമായി ഉണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥി പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സങ്കുചിത വ്യത്യാസങ്ങൾക്ക് അതീതമായി വിദ്യാർത്ഥികൾ ഏക മനസ്സോടുകൂടി സമരം ചെയ്യുന്ന ഘട്ടമാണ്. നിശ്ചയമായും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്റേണൽ അസസ്മെന്റ് ഉൾപ്പെടെയുള്ള CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പീഡനങ്ങളുടെ സമാനതകളില്ലാത്ത കഥകൾ നമ്മൾ ലോ അക്കാഡമിയിൽ നിന്ന് കേൾക്കുന്നു. ആ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം ആകും വരെ ശക്തമായ സമരം ലോ അക്കാഡമി ശക്തമായ സമരം തുടരുമെന്ന് SFI പറയുന്നു. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ശ്രീ ജയ്ക്ക്. ശ്രീമതി T. പാർവതി, വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകളാണ് ഈ ക്യാമ്പസിൽ നിന്ന്, ഈ കോളേജിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമരരംഗത്തുണ്ട്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഒപ്പിട്ടിട്ടുള്ള പരാതിയാണ് സിൻഡിക്കേറ്റിന് മുൻപിൽ വന്നിട്ടുള്ളത്. ആ പരാതി ഞാൻ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ തലസ്ഥാനത്ത് ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ, അതും ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന, മുൻപ് സംസ്ഥാനം ഭരിച്ചിട്ടുള്ള ആളുകളുടെ മക്കളോ ബന്ധുക്കളോ ഉദ്യോഗസ്ഥരുടെ അടക്കം ഒക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് അത്ഭുതകരമാണോ? വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ ലക്ഷ്മി മാം അവിടെ ടീച്ചറാണ്, അവിടെ ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അന്ന് നാരായണ നായർ സാർ അവിടെ ഉണ്ട്, വേറെ പ്രിൻസിപ്പലുമാരുണ്ട്. അപ്പോൾ അതൊരു ബാലൻസ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ അന്ന് പോലും ഈ പറയുന്ന വ്യക്തിപരമായ താല്പര്യം, കുറേ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ്. കുറച്ചൊരു കുട്ടികളുടെ പോലത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ പെട്ടെന്ന് വാശി വരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ആൾക്കാരെ ഷൗട്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ ചില ആൾക്കാരെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ള നിലയ്ക്ക് മാറ്റി നിർത്തും. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളോട് ദേഷ്യം എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ ചില കാരണം കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് തരില്ല, നിങ്ങൾ പരീക്ഷ എഴുതണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അസൈൻമെന്റ് വെക്കണ്ട, നിങ്ങൾ പിന്നെ മോശം ആളാണ്, നിങ്ങൾ ഇവിടെ ഇളകാനായിട്ട് വരുന്നതാണ്, നിങ്ങൾക്ക് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ടാഗ് ലൈൻ കൊടുക്കുകയും ക്യാമ്പസിൽ തന്നെ ആ കുട്ടിയെ മാറ്റി നിർത്തുന്നതുമായ ഒരു സവിശേഷമായ ഒരു അനുഭവം എനിക്ക് ആ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഞാനെപ്പോഴും വിചാരിക്കും, തിരുവനന്തപുരത്തിന്റെ നടുക്കാണല്ലോ ഈ കോളേജ്, ഇവിടെ എന്താണ് ഇങ്ങനെ നഴ്സറി കുട്ടികളെ പോലെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. അവിടെ നിന്ന് പോകുന്നത് വരെ ഒരു സന്തോഷത്തിന്റെ അനുഭവമല്ല. പക്ഷേ എങ്കിലും അവിടെ ഒരുപാട് ആശ്രയിക്കാനായിട്ട് നല്ല അധ്യാപകരുണ്ടായിരുന്നു, പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഡയറക്ടർ ഉണ്ടായിരുന്നു. നാരായണ സാറിന് നമുക്ക് എന്തും പോയി പറയാമായിരുന്നു. സാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ സാർ നമുക്ക് അതൊന്ന് പരിഹരിച്ച് തരും എന്ന് വെച്ചാൽ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാഡം പ്രിൻസിപ്പലായപ്പോൾ ഞങ്ങളൊക്കെ അപ്പം തന്നെ വിചാരിച്ചു എന്താവും എന്തോ ക്യാമ്പസിന്റെ അവസ്ഥ. കാരണം ഒരു ആ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് ആത്മപരിശോധന നടത്തി മാറ്റേണ്ടതായിരുന്നു. ഒരു പ്രിൻസിപ്പലാകുമ്പോൾ എല്ലാവർക്കും ആശ്രയമാവേണ്ട ഒരു വ്യക്തിയാണ്. പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ചിലർക്ക് ചില വീടുകളിലെ ചില ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പം ചില വയലന്റ് ആവും, ദേഷ്യപ്പെടുന്ന കുട്ടികളായിരിക്കും. അവരുടെയൊക്കെ തന്നെ സർഗാത്മകമായ കഴിവും അവരുടെ പഠിക്കാനുള്ള കഴിവിനെയും പുറത്തേക്ക് കൊണ്ടുവരികയും മറ്റ് ഇതും മാറ്റിയെടുത്ത് ഒന്ന് സംസ്കരിച്ചെടുക്കേണ്ട ഒരു സ്ഥാപനമാണ് കലാലയം. അവിടെ അങ്ങനെ നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥ മാഡത്തിനുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മളിതൊരു പ്രൈവറ്റ് കോളേജ്, നേരത്തെ പറഞ്ഞില്ല, ഇതൊരു പ്രൈവറ്റ് കോളേജാണ്. ഈ പ്രൈവറ്റ് കോളേജാണെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് പിന്നെ ഇങ്ങനൊരു ചർച്ചയ്ക്ക് തന്നെ കാരണം.
യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് അവിടെ പൈസ കൊടുത്ത് ചേരുന്നത്. അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഏത് നിലയ്ക്കാണ് അവിടുത്തെ കുട്ടികളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ്. അപ്പം 3-4 കാര്യങ്ങൾ. ഒന്ന്, ഒരു വശത്താണ് ഹോസ്റ്റലിലെ ബാത്റൂമുകൾ, മറ്റൊരു വശത്താണ് മുറികൾ. ആ ബാത്റൂമിൽ ജസ്റ്റ് നിന്ന് കുളിക്കാനുള്ള സൗകര്യമുള്ളൂ. അവിടെ നിന്ന് പല പെൺകുട്ടികളുടെ ശീലത്തിൽ ഇവിടെ നിന്ന് വേഷം മാറ്റി പിന്നെ റൂം വരെ എത്തുമ്പോൾ അവരുടേതായ ഒരു സ്വാതന്ത്ര്യമുള്ള വേഷങ്ങൾ ഇട്ടിട്ടായിരിക്കും ഒരു പക്ഷേ പോകുന്നത്. ഈ CCTV വെച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. മാഡത്തിന്റെ മൊബൈലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ വിഷ്വലുകൾ പയ്യന്മാരെ ഉൾപ്പെടെ സൂം ചെയ്ത് കണ്ടോ എനിക്ക് കാണാമെന്ന് കാണിച്ചു കൊടുത്തതായിട്ട് പെൺകുട്ടികൾ വന്ന് പരാതി പറയുന്നു. ആശ ഇവിടെ ഇരിപ്പുണ്ട്, ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികമായ, ഒരു ബാലിശമായ ഒരു മാനസികാവസ്ഥ ഇത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കാരണം ഈ അഫിഡവിറ്റിൽ കൊടുത്തതിൽ തന്നെ 5ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നു, ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ഇന്റർമിംഗ്ലിംഗ് വിതൗട്ട് കൺട്രോൾ. ഇവരെന്ന് പെൺപിള്ളേരെല്ലാം പൈമാരും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ ചാടി വീഴുന്ന തരത്തിൽ അത്രയും സെക്ഷലി പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ ആയിട്ടാണോ സ്വന്തം കുട്ടികളെ കാണുന്നത്? ക്യാമ്പസിലെ ഡേ ആൻഡ് നൈറ്റ് അവിടെ തുറന്നിട്ടിരിക്കുന്നെന്നും ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ കൺട്രോളും റെസ്ട്രെയിൻറ്റും ഇല്ലാതെ ഒരുമിച്ചിരിക്കുന്നു എന്നും കോടതിക്കൊരു പേപ്പറിൽ എഴുതി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ കാണുന്നത്? ഒരു മാതൃസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു അത്രയ്ക്ക് തന്നെ ഒരു രക്ഷാധികാരിയുടെ സ്ഥാനമാണ് ഒരു പ്രിൻസിപ്പലിന്. ഒരു ഓപ്പൺ നോട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കൊടുക്കാം. ആ നിലയ്ക്കുള്ള ഒരു മാനസികാവസ്ഥയെ പരിശോധിക്കണം. അപ്പം കുട്ടികൾ തീർച്ചയായിട്ടും ഇത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭയം കൊണ്ടാണ്. പലതരത്തിലും ഇതിനു മുമ്പുള്ള അനുഭവങ്ങളിൽ നിന്നും വ്യക്തിപരമായി തെരഞ്ഞെടുത്ത് തേജോവധം ചെയ്യുന്ന ഒരു രീതി ആ ക്യാമ്പസിലുണ്ട്. അവിടെ തന്നെ കുറെ കുട്ടികൾ ഇവരോട് ചെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് കാര്യങ്ങൾ ചോർത്തി കൊടുക്കും. ഭയങ്കര ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഉള്ള ഒരു ക്യാമ്പസാണ്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവരെല്ലാം കിളികൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കിളികൾ ചെന്ന് ചെലച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങളുള്ള, അതൊരു പ്രത്യേക തരത്തിലൊരു ഗ്രൂപ്പിസം ഉണ്ടാക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ ഭയക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്കും വേണ്ടിയല്ല, 11ാമത്തെ ദിവസം കുട്ടികൾ പട്ടിണി കിടക്കുകയാണ്. അത് കേരളം കാണണം. തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വിജയമുണ്ടാകാൻ വേണ്ടിയല്ല. അവരവിടെ പട്ടിണി കിടക്കുന്നത് അവർ ഭയം കൊണ്ടാണ്. അവർക്ക് ജീവിക്കണം, അവർക്ക് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ആ യൂണിവേഴ്സിറ്റി അതിന് ഉത്തരവാദിത്വം എടുക്കണം. തീർച്ചയായും യൂണിവേഴ്സിറ്റിക്കോ സർക്കാരിനോ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല, വ്യക്തമാണത്. കുമാരി ആശ, നിങ്ങൾ നിയമ വിദ്യാർത്ഥിനികളാണ്. നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികളെ അത്ര കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമാക്കുക ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് സ്വാഭാവികമായും കൗതുകവും ആശങ്കയും തോന്നും പൊതുസമൂഹത്തിന്. എങ്ങനെ ഇത്ര കാലം ഇതൊക്കെ സഹിച്ചു? എന്തുകൊണ്ട് ഇത് കാര്യമായി പുറത്തേക്ക് വന്നില്ല? പലതവണ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളതാണ്. ഈവൻ എൻ്റെ അച്ഛനും അമ്മയും പോലും എന്തെങ്കിലും ഒരു റൂൾ വന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പാരൻസ് വന്ന് കൊണ്ടുപോകണം എന്നുള്ള റൂള്. അന്ന് എൻ്റെ അമ്മ, എൻ്റെ വീട് കണ്ണൂരാണ്, തിരുവനന്തപുരം വന്ന് എന്നെ കൊണ്ടുപോകാന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. അന്ന് എൻ്റെ അമ്മ ഇതിനെതിരെ ചോദിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞത്, ഇത് എൻ്റെ കോളേജ്, എൻ്റെ നിയമം, എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഇവിടുന്ന് പൊക്കോളാനാണ്. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ അമ്മയെ വിളിച്ച് മാപ്പ് പറയിച്ചിട്ടാണ് എന്നെ ഹോസ്റ്റലിൽ നിർത്തിയത്. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് മാറിക്കോളാനാണ് പറയുന്നത്. അത്തരം എൻ്റെ അമ്മയും അച്ഛനും അത്ര വലിയ പിടിപാടുള്ള വ്യക്തികളൊന്നുമല്ല. തീർച്ചയായിട്ടും അവർക്ക് മുന്നിൽ കീഴടങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ മാർക്കിനെയും എൻ്റെ ഭാവിയെയും കുറിച്ച് ഓർത്ത്. ഇന്നത്തെ സാഹചര്യത്തിൽ 99% വിദ്യാർത്ഥികളും ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തുറന്നു പറയാൻ പറ്റിയൊരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഉണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം 2 മാസം കൂടിയൊക്കെ ഉള്ളൂ. അവർ പോലും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നു, ഭാവിയിൽ വരാനിരിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ ഞങ്ങൾ ഇനിയും തയ്യാറാവാതിരുന്നാൽ ശരിയാവില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അതാണ് ശ്രീ ജേക്സി തോമസ്, ഈ കുട്ടികളെ സാധാരണഗതിയിൽ എല്ലാ സ്ഥാപനങ്ങളും പേടിപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ ഭാവിയാണ്, പ്രതികരിച്ചാൽ അതാണ് അപകടത്തിലാകുക എന്ന് പറഞ്ഞാണ്. ഇവിടെ ഈ ക്യാമ്പസിലെ ഏതാണ്ട് മുഴുവൻ വിദ്യാർത്ഥികളും അത്തരത്തിലുള്ള ഭീഷണികളെ പോലും വകവയ്ക്കാതെ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അവർ 11 ദിവസമായി പട്ടിണി കിടക്കുന്നു. സമരം അവസാനിച്ചിട്ടില്ല. കോളേജ് പോലീസ് സംരക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇനി പോലീസ് സംരക്ഷണത്തോടെ തുറക്കുമോ എന്നറിയില്ല. ഇക്കാര്യത്തിൽ ഇടപെടേണ്ട രീതിയിൽ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയും സർക്കാരും ഇടപെടാത്തത്? വിദ്യാർത്ഥികളുടെ ശബ്ദം എന്തുകൊണ്ടാണ് ഭരിക്കുന്ന ആളുകളുടെ കാതിലെത്താതെ പോകുന്നത്? അതാണ് എൻ്റെ ആശങ്ക. ശ്രീ അഭിലാഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു തർക്കവും വേണ്ട.
ആ കോളേജിലെ വിദ്യാർത്ഥികളുടെ ആകെ സ്വരമായി തന്നെയാണ് SFI ഇന്നിവിടെ സമരം ചെയ്യുന്നത്. ഇവിടെ ഭരിക്കുന്നത് ആര് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമായി ഒരു ഘട്ടത്തിലും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഞങ്ങൾ മാന്യമായി ഈ കലാലയത്തിലെ വിഷയങ്ങൾ, ഇതിപ്പോൾ കോടതി ഉത്തരവ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോടതി ഉത്തരവ് ഇവർക്ക് അനുകൂലമായി ലഭിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു സംശയവും വേണ്ട. എത്ര വലിയ സ്വാധീനം ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾ ഇവർക്കുണ്ട് എന്ന് പറയപ്പെട്ടാലും ആ സ്വാധീനമൊന്നും അവിടെ SFI നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ സമരത്തെ ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. ശക്തിയുക്തം ലോ അക്കാഡമിയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ, ഇവിടെ നേരത്തെ ശ്രീമതി പാർവതി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അക്രമ സമരം എന്ന് പല മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അവിടെ ലോ അക്കാഡമിയിലേക്ക് SFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ചെയ്യുമ്പോൾ അവിടെ ആദ്യം ആ കോളേജിനുള്ളിൽ കടന്നു എന്ന് തല്ലി തകർക്കപ്പെട്ടത് അല്ലെങ്കിൽ അഗ്രസീവായ സമരത്തിന്റെ ഭാഗമായി തകർത്തെറിയപ്പെട്ടത് അവിടുത്തെ CCTV ക്യാമറകളായിരുന്നു ഏറ്റവും കൂടുതൽ. അവിടെ ഈ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ അനന്തപുരിയിൽ ഒത്ത നടുക്ക് എല്ലാ ഭരണകൂട സംവിധാനങ്ങളുടെയും ഒക്കെ നടുവിലായിരുന്നു ഇതേപോലെയുള്ള സമാനതകളില്ലാത്ത കുട്ടികളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് പോലും കടന്നു ചെല്ലുന്ന CCTV ക്യാമറകൾ തുറന്നു വെച്ചുകൊണ്ട് ഒരു ക്യാമ്പസിനെ കുറച്ച് ആളുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഞങ്ങൾ അഗ്രസീവായ ഒരു സമരം രൂപം മാറി വന്നപ്പോൾ അവിടെ തകർത്തെറിയപ്പെടുന്ന CCTV ക്യാമറകളായിരുന്നു. അതിൽ SFIക്ക് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപവുമില്ല, മറിച്ച് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശ ബോധത്തെ തകർത്തെറിയാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന അവരുടെ സ്വകാര്യ ഇടങ്ങളെ കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന CCTV ക്യാമറകളെയാണ് ഞങ്ങൾ തകർത്തെറിഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു സർക്കാർ ഇടപെടുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ വേണ്ട നിലയ്ക്ക് ഉണ്ടാവുന്നില്ല എങ്കിൽ സർക്കാരിനോട് ആ വിഷയം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാൻ SFI തയ്യാറാണ്. അതിലൊരു സംശയവും വേണ്ട. ആ വിഷയത്തിൽ 100% ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളോടൊപ്പം തന്നെയായിരിക്കും SFI നിലയുറപ്പിക്കാൻ വേണ്ടി പോകുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ 4ാമത്തെ ആളാണ് SFIയുടെ സമരപന്തലിൽ മൂന്നാമത്തെ ആൾ നിരാഹാര സമരത്തെ തുടർന്ന് ആശുപത്രിയിലാക്കപ്പെടുകയും 4ാമത്തെ വിദ്യാർത്ഥി. തീർച്ചയായും വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ SFI സമരം ചെയ്യുന്നില്ല എന്ന പരാതി എനിക്കില്ല. ശ്രീ ജെക്സി തോമസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിപ്പോൾ ആദ്യമായി ഉയരുന്ന പരാതിയൊന്നുമില്ല. പല ഘട്ടങ്ങളിലായി പല പരാതികൾ ഉണ്ടായിട്ടുണ്ട്. 2013 മുതലുള്ള പരാതികൾ സിൻഡിക്കേറ്റിന്റെ മുൻപാകെ തന്നെ ഉണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഉണ്ടാകുന്നില്ല. ഇനി അതിന് മുൻപിലാണെങ്കിൽ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ട ചരിത്രം ഉണ്ട്. എന്തുകൊണ്ട് ഇത്ര വലിയ സ്വാധീനം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിടിയുമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള പ്രശ്നം വരുമ്പോൾ ആരാണ് ഭരിക്കുന്നത് എങ്കിലും ഭരണക്കാർക്ക് ഈ കോളേജുമായിട്ടുള്ള ബന്ധം, തീർച്ചയായും രാഷ്ട്രീയമായ സ്വാധീനം, പിന്നെ ഈ നേതാക്കൾക്കൊക്കെ ഒരു കോട്ട, ഇനിയിപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇവിടെ പഠിച്ചിറങ്ങിയവരാണ് പലരും എന്നുള്ളത്, ഇതൊക്കെ ഒരു സംരക്ഷണ കവചമായി വർത്തിക്കുകയാണോ? അല്ല അഭിലാഷ്, ഇതിനകത്തുള്ള വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രൈവറ്റ് കോളേജ്, കേരളത്തിലെ ഏക പ്രൈവറ്റ് സ്റ്റാറ്റസ് ഉള്ള കോളേജ് ഇത് മാത്രമാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വേറെ ഉണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്, ഗവൺമെൻറ് കോളേജുകളുണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് കോളേജ് സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഏക കോളേജ് ഈ ലോ അക്കാഡമി ലോ കോളേജാണ്. ഈ ലോ അക്കാഡമിക് ലോ കോളേജിൽ അഡ്മിഷൻ നൽകുന്നതിന് അദ്ദേഹം എല്ലാ നേതാക്കന്മാരുടെയും ശുപാർശ മേടിച്ചുകൊണ്ട് തന്നെ ആ നേതാക്കന്മാർക്ക് ലോ അക്കാഡമിയോട് അല്ലെങ്കിൽ ശ്രീ നാരായണൻ നായരോട് ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാക്കിയിരുന്നു. ഈ ഒബ്ലിഗേഷനെ ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്തയാളാണ് ശ്രീ നാരായണൻ നായർ. ആ ഒബ്ലിഗേഷൻ്റെ പുറത്താണ് ഈ പ്രസ്ഥാനം ഇത്രയും കാലം നിലനിന്നത്. പക്ഷേ ആ മോണോപ്പൊളി തകർന്നു എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മകളെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ 2012 ശേഷം ആവശ്യത്തിലധികം ലോ കോളേജുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇപ്പോൾ അഡ്മിഷന് വേണ്ടി ആരും തിക്കും തിരക്കും കൂട്ടുന്നില്ല. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ 2013 മുതൽ വന്നിട്ടുള്ള പരാതികളെ സംബന്ധിച്ച് 2003 ഒരു പരാതി വന്നിട്ടുണ്ട്. സയർ എന്ന് പറയുന്ന കോട്ടയത്തുകാരനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഈവനിംഗ് ബാച്ചിൽ പഠിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് പരാതി നൽകിയത്. അദ്ദേഹം നൽകിയ പരാതി സിൻഡിക്കേറ്റ് പലതവണ പരിഗണിച്ചു. അദ്ദേഹത്തെ വിളിച്ചു ഹിയറിംഗ് നടത്തി, ഇവർക്ക് നോട്ടീസ് കൊടുത്തു. അദ്ദേഹം തന്ന പരാതി ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവരുടെ റിമാർക്സ് ചോദിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തു. 4 പ്രാവശ്യമാണ് സമയം ചോദിച്ചത് നോട്ടീസിന് മറുപടി തരാൻ. 4ാം പ്രാവശ്യവും തന്നിട്ട് ഹിയറിംഗിന് ഹാജരാകാൻ പറഞ്ഞപ്പോൾ 1, 2, 3 തവണ കൊടുത്തു. ഹിയറിംഗിന് ഹാജരാകില്ല. ഹിയറിംഗിന് ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നോട്ടീസ് കൊടുത്ത് കടുത്ത നടപടികളിലേക്ക് പോയപ്പോഴാണ് സിൻഡിക്കേറ്റിൻ്റെ കാലാവധി കഴിഞ്ഞത്. അതിനുശേഷം വന്ന നോമിനേറ്റഡ് സിൻഡിക്കേറ്റിൽ VCയും ഗവൺമെൻറ് നോമിനികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. VCI ഇപ്പോഴത്തെ കേരള സർവകലാശാല VCയെ നിയമിച്ച അതിൻ്റെ സെലക്ഷൻ പാനലിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീനാരായണൻ നായർ. സെനറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി സെർച്ച് കമ്മിറ്റിയിൽ അംഗമായിരുന്ന നാരായണൻ നായർ. അദ്ദേഹത്തിന് സ്വാഭാവികമായും VCക്ക് അദ്ദേഹത്തോട് ഒബ്ലിഗേഷൻ ഉണ്ടാകാം. അതുകൊണ്ടാകാം VC ആ ഫയൽ മുക്കിവെച്ചിരുന്നു. ഇന്നത്തെ സിൻഡിക്കേറ്റിലും ഞാൻ ആ ഫയൽ എടുത്തിട്ട് മാത്രം മതി തുടർ ചർച്ചകളെന്ന് പറയുകയും രാവിലെ സിൻഡിക്കേറ്റ് കൂടിയപ്പോൾ തന്നെ ആ ഫയൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ചർച്ചകൾ ആരംഭിച്ചത്. ആ ഫയലിൻ്റെ പുറത്ത് തുടർ തീരുമാനം എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നിരവധികളായ പരാതികൾ പിന്നീടും വന്നിട്ടുണ്ട്. ഈ പരാതികളൊക്കെ മുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി അദ്ദേഹത്തിന് സ്വാധീനമില്ല എന്ന് പറയുന്നില്ല ഞാൻ. കഴിഞ്ഞ 50 വർഷമായി 2014 വരെയുള്ള സിൻഡിക്കേറ്റിൻ്റെ പീരീഡിൽ 50 വർഷത്തിലധികമായി അദ്ദേഹം തുടർച്ചയായി സെനറ്റ് അംഗമായിരുന്നു കേരള സർവകലാശാലയിൽ. അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ എപ്പോഴും സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ കോലിയക്കോട് കൃഷ്ണൻ നായരൊക്കെ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി അതിനനുസൃതമായ തീരുമാനം കഴിഞ്ഞ 50 കൊല്ലമായി എടുത്തുകൊണ്ട്
കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു വെള്ളരിക്ക പട്ടണമാണോ? 50 വർഷമായി എന്ന് ഓർക്കണം. സർവകലാശാല ഒരു ലോ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിന് വരെ, താങ്കൾ മൊണോപ്പൊളി എന്നുള്ള വാക്കാണല്ലോ ഉപയോഗിച്ചത്, ലോ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിന് വരെ തടസ്സമുണ്ടായിരുന്നു. ഇദ്ദേഹം തന്നെ ഓരോരോ പദവികളിൽ ഇരുന്ന് ഇവരുടെ സ്ഥാപനത്തിന് വേണ്ടി, ഇവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കേരള സർവകലാശാല എന്ന ആ വലിയ സർവകലാശാലയെ തന്നെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നല്ലോ ഇത്രയും നാൾ. എന്തുകൊണ്ടാണ് ആർക്കും ഒരു പരാതിയുമില്ലാതെ ഇതിങ്ങനെ അനുവദിക്കപ്പെട്ടത്? അഭിലാഷ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാലാകാലങ്ങളിൽ ഈ സർവകലാശാലയിൽ നിയമവുമായി ബന്ധപ്പെട്ട, നിയമവകുപ്പുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനമെടുക്കുന്നതിന്റെ അവസാന വാക്ക് ശ്രീ നാരായണൻ നായർ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അദ്ദേഹത്തെ 2010 സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ സിൻഡിക്കേറ്റിലേക്ക് വന്നത്. അദ്ദേഹം ആദ്യമായി സിൻഡിക്കേറ്റിലേക്ക് പരാജയപ്പെടുന്നത് എന്റെ മുന്നിലാണ്. അദ്ദേഹം അവിടുന്ന് ഒഴിഞ്ഞതിന് ശേഷമാണ് ഈ അഭിലാഷ് മുമ്പ് ചോദിച്ചതുപോലെ ലക്ഷ്മി നായർക്ക് എന്നോട് ദേഷ്യം വരുന്നത്. എന്തിന് ദേഷ്യം? ആ കോളേജിൽ ഉൾപ്പെടെ ഞാൻ പോയി ഇൻസ്പെക്ഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഇത്രയും കാലം ആ കോളേജിൽ വന്നിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, 2001 അധികാരത്തിൽ വന്ന ശ്രീ AK ആന്റണിയുടെ കാലത്താണല്ലോ ഇവിടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ തുടങ്ങിയത്. 2002 എല്ലാ മേഖലയിലും, എല്ലാ ഡിസിപ്ലിനിലും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ തുടങ്ങിയെങ്കിൽ എന്തുകൊണ്ടാണ് ലോ കോളേജ് മാത്രം 2012 ആകേണ്ടി വന്നത്? ലോ കോളേജ് മാത്രം സെൽഫ് ഫിനാൻസിംഗ് മേഖലയിൽ തുടങ്ങാൻ കഴിഞ്ഞത് വെറും 2012 ഈ കഴിഞ്ഞ 4 വർഷം മുമ്പാണ്. അതുവരെ ബാർ കൗൺസിലിന്റെ ഉൾപ്പെടെ അംഗീകാരം ലഭിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ നീരാളിപ്പിടുത്തം വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഈ പൊതുസമൂഹത്തിൽ ആർക്കാണ് അറിയാത്തത്? ഇത് വെള്ളരിക്കട്ട പട്ടണമാണോ അല്ലയോ എന്ന് നമ്മളാണ് സ്വയം ചിന്തിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ഈ രംഗത്ത് അദ്ദേഹത്തിനുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് അത് ഇടതുപക്ഷത്തിലായാലും വലതുപക്ഷത്തിലായാലും ഏത് പാർട്ടിയിലായാലും ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടി ശ്രീ അഭിലാഷ്, 1968 അന്നത്തെ അസംബ്ലിയിൽ കൊടുത്ത ഒരു മറുപടിയെക്കുറിച്ച് കൂടി ഞാനിവിടെ നിന്ന് വായിക്കാം. 3ാം നിയമസഭയുടെ സമ്മേളനത്തിൽ അന്ന് ശ്രീ NI ദേവസ്വക്കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതിന് അന്ന് മറുപടി പറഞ്ഞ ശ്രീ MN ഗോവിന്ദൻ നായരാണ്. അതിനകത്ത് ഒരു ഭാഗം പ്രതിപാദിക്കുന്നുണ്ട്, ലാ അക്കാഡമി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയുടെ വകയല്ല, ഇത് നിയമസഭയുടെ ആർച്ചീവ്സ് എടുത്താൽ കിട്ടുന്നതാണ്. അതിലെ ചീഫ് പേട്രൺ ബഹുമാനപ്പെട്ട ഗവർണറാണ്. പേട്രൺ ഇവിടുത്തെ ചീഫ് മിനിസ്റ്ററും റവന്യൂ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ 3 ഹൈക്കോടതി ജഡ്ജിമാരും ഇതിലെ അംഗങ്ങളാണ്. കൂടാതെ പ്രമുഖരായ വക്കീലന്മാരും അതിലെ അംഗങ്ങളായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ സർവകലാശാലയിൽ ഇന്നും ഈ കോളേജിനെ സംബന്ധിച്ച അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റും ഇല്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് RTA കൊടുത്തെടുത്ത ആളാണ്. ഒരു ഡോക്യുമെന്റും സർവകലാശാലയിൽ ഇപ്പോൾ ലഭ്യമല്ല. സർക്കാരിൽ ഈ കോളേജിനെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റും ലഭ്യമല്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡോക്യുമെന്റ് എല്ലാം അട്ടിമറിച്ചിട്ട് ഇതിന്റെ മാനേജ്മെന്റ് ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ ചെയർമാനാക്കിയും അദ്ദേഹം ഡയറക്ടറായും ഉണ്ടാക്കിയിരിക്കുന്ന ഈ സമിതിയിൽ പിന്നെ ഉള്ളത് പുറത്തുനിന്നുള്ളത് ശ്രീ അയ്യപ്പൻപിള്ള സാറാണ്. വന്ധ്യവയോധികനായ BJP നേതാവ് ശ്രീ അയ്യപ്പൻപിള്ള സാർ മാത്രമാണ് പുറത്തുനിന്നുള്ളത്. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ, അദ്ദേഹത്തിന്റെ മകൾ, അദ്ദേഹത്തിന്റെ മക്കൾ തുടങ്ങി കുടുംബ ട്രസ്റ്റായി വെച്ചുകൊണ്ട് പേരൂർക്കട പോലുള്ള കണ്ണായ പ്രദേശത്തെ 12 ഏക്കർ സ്ഥലം കൈയടക്കി വെച്ചിരിക്കുകയാണ്. തീർച്ചയായും വളരെ 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 ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീമതി T പാർവതി, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പ്രൈവറ്റ് കോളേജ് അല്ലേ എന്ന് പരാമർശിച്ചിരുന്നല്ലോ. 12 ഏക്കർ സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് ഈ സംവിധാനം ഇരിക്കുന്നത് എന്ന് ആലോചിക്കണം. അത് പൊതുഭൂമിയാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം എടുത്താൽ സംസ്ഥാനത്തെ നിയമവിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ ഡോക്ടർ നാരായണൻ നായർക്കുള്ള പങ്ക്, അദ്ദേഹം ഫാക്കൽറ്റി ഡീനായിരിക്കുമ്പോൾ, അദ്ദേഹം അക്കാഡമിക് കൗൺസിലിൽ ഉണ്ടായിരുന്നപ്പോൾ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതിനൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. കൃത്യമായി വളരെ കാലം ഇതിൻ്റെ ഒരു മൊണോപ്പൊളി എന്നുള്ളത് ലോ അക്കാദമിക്ക് കിട്ടും വിധം സംസ്ഥാനത്തെ നിയമവിദ്യാഭ്യാസം തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ടു പോയ അവസ്ഥയുണ്ടായിരുന്നു. ഇനിയെങ്കിലും സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാതെ, നടപടിയെടുക്കാതെ, ഈ സ്വാധീനങ്ങളിൽ നിന്ന് വിമുക്തമായ ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാനാകുമോ? ഇതിപ്പോൾ കേവലം ഒരു കോളേജിന്റെ വിഷയം എന്നതിനപ്പുറത്തുള്ള മാനങ്ങളിലേക്ക് എത്തുന്നില്ലേ? അതെ, അഭിലാഷ് പറഞ്ഞതാണ് എൻ്റെ ഒരു കാര്യം. ഇതൊരു വെള്ളരിക്ക പട്ടണമാണ്. കാരണം എനിക്കിപ്പോൾ കിട്ടിയ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരു പക്ഷിയുടെ ഒരു കൈ പോലെയാണ്. ഓരോ ഭാഗത്തും ഓരോ കണക്ഷൻ വെച്ചിട്ട് മുഴുവൻ സമൂഹത്തെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കുട്ടികൾക്ക് അഫിഡവിറ്റ് കൊടുക്കാൻ ഹൈക്കോടതിയിൽ തിരിച്ചു കൊടുക്കാൻ ഒരു വക്കീലിനെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല പോലും. അവർ കുറേ ദിവസമായിട്ട് അവർക്കെതിരെ കൊടുത്ത അഫിഡവിറ്റിന് പകരം ഒരു കേസ് കൊടുക്കാൻ എത്രയോ നാളായിട്ട് അവർ അന്വേഷിക്കുകയാണ്, കിട്ടുന്നില്ല. അപ്പോൾ ഒരു കുടുംബം അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഒരു വലിയ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് അവർ കുറേ നാളുകൊണ്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരെ ആർക്കും തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സവിശേഷത ആണ്. ഇപ്പോൾ അത് അനുവദിക്കാമോ ജനാധിപത്യപരമായ രാഷ്ട്രത്തിൽ? 1. 2, ജയിച്ച സമരങ്ങളിൽ പോലും നമ്മൾ പിന്നീട് ഒരു ശ്രദ്ധയും മാധ്യമത്തിന് കിട്ടില്ല. ഈ കുട്ടികളെ നിങ്ങൾ പറയുന്നു പ്രിൻസിപ്പൽ മാറാതെ തന്നെ അവരുടെ കേസ് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു സമവായത്തിലേക്ക് അവരെത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, നിർത്തിക്കഴിഞ്ഞാൽ എന്ത് മാധ്യമ ശ്രദ്ധയാണ് ആ കുട്ടികൾ കിട്ടാൻ പോകുന്നത്? അവിടെ പിന്നീട് നടക്കുന്ന എന്തെങ്കിലും പീഡനമുറ കാരണം ഏതെങ്കിലും ഒരു കുട്ടി
ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചാൽ ആരതിന് ഉത്തരവാദിത്തം പറയും? ഉത്തരവാദിത്തം പറയും? അപ്പം എന്തെങ്കിലും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ മരണം എത്തുന്നതിന് മുമ്പ് തന്നെ ഓരോ കാര്യങ്ങൾക്ക് തീരുമാനം എടുത്തൂടെ? കാരണം നമുക്ക് എല്ലാവർക്കും സുവ്യക്തമാണ്, വ്യക്തിവൈരാഗ്യം തീർക്കും, അത് മുന്നനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇത്രയും ഒരു ശരിക്ക് വേണ്ടി നിന്നവരാണ്. എൻ്റെ ബാച്ചിൽ പഠിച്ച ഒരു കുട്ടി, കാലത്തിൻ്റെ നിയോഗം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയത് എൻ്റെ പിൻതലമുറക്കാർ ചെയ്യട്ടെ എന്ന് ആഹ്ലാദിക്കുന്ന ഒരു വലിയ സമൂഹം വെളിയിൽ നിന്ന് സന്തോഷം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം മറഞ്ഞിരുന്ന്, ഞാൻ ഉൾപ്പെടെ മുഖം മറച്ചിരുന്ന് മറ്റൊരുത്തിരുന്ന് എന്താണ് നടക്കുന്നതെന്ന് ടെലിവിഷനിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ അവരുടെ ഒന്നും വകവയ്ക്കാതെ അവരുടെ വീട്, അവരുടെ മാനം, അവരുടെ എന്താണ് അവരെക്കുറിച്ച് നാളെ പറഞ്ഞു നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല, അവരുടെ തൊഴിൽ, ജോലി എല്ലാം വകവയ്ക്കാതെ അവർ മുമ്പിൽ വന്ന് സമരത്തിന് വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്ന ഒരു സമൂഹം? ഇവർ ചെയ്യുന്നത് തെറ്റാണ്, ഇവർ അഴിമതി ചെയ്യുന്നുണ്ട്, ഇവർ സ്വജന പക്ഷാഭേദമുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടും നമുക്ക് നമ്മുടെ കാര്യമെന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കുകയായിരുന്നു ഇത്രയും ദിവസം. ഇന്ന് തീർച്ചയായിട്ടും ഇതിന് ഇറങ്ങണമെന്നും ഇന്നലെ അതിനുവേണ്ടി ഇറങ്ങണമെന്നും ഈ കുട്ടികൾ വന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നി. കാരണം ഇത്രയും നാളും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാനും ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. അപ്പം 100% ഈ കുട്ടികളുടെ ഭാഗത്ത് അവരെ രക്ഷിക്കേണ്ട, അവരൊരു ശരിക്ക് വേണ്ടി നിന്നതുകൊണ്ട് അവരോടൊപ്പം നിൽക്കേണ്ട, അവരെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ട്, സർക്കാരിനുണ്ട്. അവരെ ഭയപ്പെടുത്തുകയല്ല, നിരാശരാക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇനിയുള്ള വരുന്ന തലമുറകളൊന്നും സത്യം പറയാതെ പോകും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായ വിഷയമാണ് അഭിലാഷ്. തീർച്ചയായും ഗൗരവമുള്ള വിഷയമാണ്, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുമാരി ആശ, ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കിയിരിക്കുന്നത്. കോളേജിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങാനുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നറിയുന്നു. പോലീസ് സംരക്ഷണം ക്ലാസുകൾ തുടങ്ങാൻ ഉണ്ട് എങ്കിൽ ക്ലാസുകൾക്ക് സന്നദ്ധമാകാൻ വിദ്യാർത്ഥികൾ തയ്യാറാകുമോ? ഒരു ന്യൂനപക്ഷം വിദ്യാർത്ഥികളാണ് ഈ സമരത്തിലുള്ളത് എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ വേർഷൻ 1. 2, പലതരത്തിൽ കോളേജിൽ നിന്ന് മാറേണ്ടി വരുന്നവർ അല്ലെങ്കിൽ ഇയർ ഔട്ട് ആകുന്നവരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്ന ഒരു വേർഷനുമുണ്ട്. കോളേജ് തുറന്നാൽ കുട്ടികൾ പഠിക്കാൻ തയ്യാറാകുമോ? തീർച്ചയായിട്ടും ഇല്ല. ഭൂരിഭാഗം കുട്ടികളും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ ഈ ഒരു ആരോപണം തീർച്ചയായിട്ടും, ഞാൻ ഇപ്പോൾ 3rd സെമസ്റ്റർ വരെ റിസൾട്ട് വന്ന കുട്ടിയാണ്. എൻ്റെ മാർക്ക് എടുത്ത് പരിശോധിച്ചാൽ അറിയാം ഞാൻ ഇതുവരെ സപ്ലി ഇല്ലാത്ത കുട്ടിയാണ്. അതുപോലെ മുൻനിരയിൽ നിൽക്കുന്ന പല വിദ്യാർത്ഥികളും റാങ്ക് ഹോൾഡേഴ്സ് വരെയാണ്. ഇതൊക്കെ വെറുതെ തീർച്ചയായിട്ടും ഇയർ ഔട്ടായ കുട്ടികളൊന്നും അല്ല നിൽക്കുന്നത്. അവിടെ കൃത്യമായി പഠിച്ച് കൃത്യമായി ഇന്റേണൽസ് ചെയ്ത് കൃത്യമായി ക്ലാസ്സിൽ കയറുന്ന വിദ്യാർത്ഥികൾ തന്നെയാണിത്. ആരും വരില്ല. തിങ്കളാഴ്ച ക്ലാസ് വെച്ചാൽ ഭൂരിഭാഗം ഞങ്ങളുടെ കൂടെയുള്ള ആരും പോവില്ല. തീർച്ചയായിട്ടും ക്ലാസ് നടക്കില്ല എന്ന് തന്നെ ഉറപ്പാണ്. ഇത് ഒരിക്കലും അങ്ങനെയൊന്നും ഞങ്ങളെ തളർത്താൻ പറ്റില്ല. ഈ ഒരു ആവശ്യം സത്യമാണ്, ന്യായമാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനു വേണ്ടി തന്നെ ഞങ്ങൾ പോരാടും. ഇക്കാര്യത്തിൽ ആശ, മാനേജ്മെന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കളുമായി സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ ഭാവിയുടെ പ്രശ്നമാണ്, എക്സാം എഴുതേണ്ടതാണ്, ഇന്റേണൽസ് സ്ഥാപനം നൽകേണ്ടതാണ്. ഇവയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെയൊക്കെ മുകളിൽ വലിയ സമ്മർദ്ദം വന്നാൽ ഈ നേതാക്കൾ ഒഴികെയുള്ള മറ്റു കുട്ടികൾ അതിൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു പോകാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ നന്നായിട്ട് അറിയാം. ഇന്ന് ഇപ്പോൾ ജിഷ്ണുവിനെ പോലെ എല്ലാവരും ഭയക്കുന്നുണ്ട്. എൻ്റെ അമ്മയടക്കം ഭയക്കുന്നുണ്ട് എനിക്ക് ജിഷ്ണുവിൻ്റെ സ്ഥിതി വന്നാലോ എന്ന്. അതുപോലെ എല്ലാ മാതാപിതാക്കളും, ഞങ്ങളുടെ കോളേജിലുള്ള എല്ലാ മാതാപിതാക്കളും ഭയക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാ മാതാപിതാക്കളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജിഷ്ണുവിനെ പോലെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ജിഷ്ണു ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമുള്ള ഒരു നല്ലൊരു കലാലയം KLA മാറ്റണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതാണ് ശ്രീ ജേക്സി തോമസ്, സർക്കാരിന് മുകളിൽ ശക്തമായ സ്വാധീനമുണ്ട് ഈ കോളേജിന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ കോളേജിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുണ്ട്. മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിൽ, ഉദ്യോഗസ്ഥ വൃന്ദത്തിലൊക്കെ ഈ കോളേജിനോട്, ഈ കോളേജ് മാനേജ്മെൻറ്റിനോട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രതിപത്തിയുള്ള, കമ്മിറ്റ്മെൻറ്റുള്ള ആളുകളാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി സമരത്തോട് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി തന്നെ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞാൽ, SFI ഇനി സമരം മതിയാക്കിക്കൊള്ളൂ എന്ന് CPIM പറഞ്ഞാൽ എന്ത് ചെയ്യും? ശ്രീ അഭിലാഷ്, അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന പറയുന്നത് കേട്ട് സമരം അവസാനിപ്പിച്ച് കൊടി താഴ്ത്തി വെച്ച് പോകാൻ നിങ്ങൾ വേറെ സംഘടനയെ നോക്കണം. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFIയുടെ ചരിത്രത്തിൽ അങ്ങനെയൊരു പേരുദോഷം കേരളത്തിന്റെ വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ SFIക്ക് ഉണ്ടായിട്ടില്ല. ബാക്കി ഏത് സമര സംഘടനയ്ക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ SFIയുടെ സമര ചരിത്രത്തിൽ അങ്ങനെ ഒരു നീക്കിപ്പോക്കും, ഒരു സമരസപ്പെടുത്തും ഞങ്ങളുടെ സമര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു
ഡോക്ടർ ഈ ലക്ഷ്മി നായർ ആയിക്കൊള്ളട്ടെ, ശ്രീ നാരായണൻ നായർ സാർ ആയിക്കോട്ടെ, ഞാൻ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാൻ 100% വിദ്യാർത്ഥി വിഷയങ്ങളിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് ഈ ചർച്ച മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ അവർ കൊടുത്ത ഒരു മെമ്മോറാണ്ടം ഓഫ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്, അതിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അവർ പറയുന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇരിക്കുമ്പോൾ റിസ്ട്രെയിൻ ഓഫ് കൺട്രോൾ അവർക്ക് ഉണ്ടാവുന്നില്ല. ഇവരുടെ മാനേജ്മെന്റ് ആളുകളുടെ വക്താക്കൾക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലാണ് അവരൊരു സ്ഥാപനത്തെ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ എത്ര വലിയ ആളുകളായിക്കൊള്ളട്ടെ, ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ MLA-മാരോ MP-മാരോ മന്ത്രിമാരോ ആരൊക്കെ കേരള ലോ അക്കാദമിയിൽ നിന്ന് പഠിച്ച് ആരൊക്കെ ഉണ്ടായാലും ഒരു സംശയവും വേണ്ട, SFI അവിടെ വിദ്യാർത്ഥികൾ ഉയർത്തി വെച്ച മുഴുവൻ ആവശ്യങ്ങൾക്കും പരിഹാരം കാണാതെ ഞങ്ങളുടെ നിരാഹാര സമരം, അവിടെ വിദ്യാർത്ഥികൾ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ സമരം നടത്തുന്നത്. ആ സമരം വിദ്യാർത്ഥികളുടെ മുഴുവൻ പ്രശ്നങ്ങളും അവസാനത്തെ പ്രശ്നവും പരിഹരിക്കാതെ ഞങ്ങൾ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന കാര്യം അവിതർക്കിതമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, എന്താ ഓഫീസിലെ പ്രധാനപ്പെട്ട ആളെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീ അഭിലാഷ്, ഇന്ന് അവിടെ നിരാഹാരം കടന്നിട്ട് അവിടെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ആക്കപ്പെട്ട വിദ്യാർത്ഥിനി ദേവി മനോജ് ശ്രീ ദേശാഭിമാനിയുടെ റെസിഡന്റ് കൂടിയായ ശ്രീ PM മനോജിന്റെ മകളാണോ? അവരാണ് SFIയുടെ സമരപ്പന്തലിൽ നിന്ന് 3 ദിവസം നിരാഹാരം കടന്നിട്ട് ഇന്ന് അത്യാസന്ന ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. അവിടെ ഒരു തരത്തിലുള്ള സ്വാധീനവും, എത്ര വലിയ സ്വാധീനം അവർ അവകാശപ്പെട്ടാലും ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും ഞങ്ങൾ വഴങ്ങാൻ വേണ്ടി പോകുന്നില്ല. ലോ അക്കാദമിയിലെ അവസാനത്തെ വിദ്യാർത്ഥി പ്രശ്നവും പരിഹാരമാകുന്നിടം വരെ ഞങ്ങൾ ഉയർത്തിയ സമര പതാക ലോ അക്കാദമിയുടെ വാതിക്കൽ നിന്ന് അഴിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറില്ല. റൈറ്റ്. ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സർവകലാശാലയെ സംബന്ധിച്ചാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം എടുക്കാനുള്ളത്. മുൻപ് പല കാലങ്ങളിൽ വളരെ അയഞ്ഞ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭം മുഹൂർത്തമാണ്. ആ കോളേജിലെ 99% വിദ്യാർത്ഥികളും ഒരേ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ഇനി അധികൃതർ ഹിയറിങ്ങിന് വന്നില്ല എന്ന ന്യായം സർവകലാശാല സിൻഡിക്കേറ്റിന് പറയാൻ പറ്റില്ല എന്ന ബോധ്യമുണ്ടാകുമല്ലോ. അതുകൊണ്ട് സർവകലാശാലയ്ക്ക് ഒരു നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അഭിലാഷ്, അതുകൊണ്ടല്ലല്ലോ ഈ വിഷയം വന്നപ്പോൾ എല്ലാ ബോഡികളെയും ഈ കുട്ടികൾ സമീപിച്ചിട്ടുണ്ട്. സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്, വിവിധ രാഷ്ട്രീയ നേതാക്കളെ സമീപിച്ചിട്ടുണ്ട്, സർവകലാശാലയെ സമീപിച്ചിട്ടുണ്ട്, ബാർ കൗൺസിലിനെ സമീപിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ പൊതുസമൂഹത്തിൽ നിന്നും ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾ എന്ന നിലയിൽ, യൂണിവേഴ്സിറ്റിക്ക് ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു സമൂഹം എന്ന നിലയിൽ സ്വാഭാവികമായി ഈ സമരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ വിദ്യാർത്ഥികൾ തന്നെ വിദ്യാർത്ഥിനികൾ അവിടെ പരാതി തന്നിട്ടുണ്ട്. ആ പരാതി എന്ത് വേണമെന്ന് ഇന്ന് കൂടിയ സിൻഡിക്കേറ്റാണ് തീരുമാനിച്ചത്. ഇന്ന് കൂടിയ സിൻഡിക്കേറ്റ് തന്നെ വളരെ അടിയന്തരമായി 23-നും 24-നും അവിടെ ഹിയറിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 28-ാം തീയതി തന്നെ, തൊട്ടടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 28-ാം തീയതി സിൻഡിക്കേറ്റ് കൂടി ആ റിപ്പോർട്ടിന്മേൽ, ഉപസമിതി തരുന്ന റിപ്പോർട്ടിന്മേൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ കൂലങ്കഷമായി ആലോചിക്കും. സ്വാഭാവികമായി 28-ാം തീയതി തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ മുന്നിൽ ഈ വിഷയത്തിൽ സർവകലാശാലയ്ക്ക് തുറന്ന മനസ്സാണുള്ളത്. ഈ വിദ്യാർത്ഥികളുടെ കണ്ണീര് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി എത്ര കൊലകൊമ്പനായാലും ശരി തന്നെ ഞങ്ങൾ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പലരും മുൻകാലങ്ങളിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സിൻഡിക്കേറ്റ് ഒരു കാരണവശാലും പുറകോട്ട് പോകില്ല. ഇതിനകത്ത് വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുന്നതുവരെ സർവകലാശാല ഏത് എക്സ്ട്രീം വരെ പോകേണ്ടി വന്നാലും, ഏത് എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നാലും ഞങ്ങൾ എടുക്കും. അതിനകത്തൊരു തർക്കവുമില്ല. വേണ്ടി വന്നാൽ അഫിലിയേഷൻ വിഡ്രോ ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് പോലും സർവകലാശാല മടിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇക്കാര്യത്തിൽ ശ്രീമതി ടി പാർവതി, നമുക്ക് ഈ പറയുന്നത് വിശ്വസിക്കാമോ? കേരള സർവകലാശാലയ്ക്ക് മുകളിലും കേരള സർക്കാരിന് മുകളിലും ശക്തമായ സമ്മർദ്ദം ഉണ്ടാകും പൊതുസമൂഹത്തിൽ നിന്നും. കാരണം എന്താണ് ലോ അക്കാദമിയിൽ നടക്കുന്നത് എന്ന് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടെലിവിഷൻ ചാനലുകൾ വഴിയായാലും സമൂഹ മാധ്യമങ്ങൾ വഴിയായാലും ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്ന ബോധ്യം നമ്മുടെ സമൂഹത്തിനുണ്ട് താനും. അതുകൊണ്ട് ഇനി ഈ പറയുന്ന രാഷ്ട്രീയ സ്വാധീനം, ബന്ധുബലം തുടങ്ങിയവ ഈ കോളേജിനെ സഹായിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സഹായിക്കാൻ പാടില്ലാത്തതാണ്. നമ്മളെപ്പോഴും, ഞാനൊരു ശുഭപ്രതീക്ഷയുള്ള ഒരാളാണ്. നമ്മളൊരു മന്ത്രിയാണെങ്കിൽ പോലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മാറി നിന്ന് തൽക്കാലത്തേക്കൊന്നും മാറി നിൽക്കുക, അത് കഴിഞ്ഞ് അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നത് ഒരു മര്യാദയല്ലേ? എന്താണ് ഇത്ര ധാർഷ്ട്യം? എല്ലാവരും പറയുകയല്ലേ, ഒന്നും തൽക്കാലത്തേക്കൊന്നും മാറി നിന്നുകൊണ്ട് ഒരു അപകടവും സംഭവിക്കില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് അതിൻ്റെ അന്വേഷണം കഴിഞ്ഞ് വരാമല്ലോ. എന്തിനാണ് ഈ കുട്ടികളെ ഭക്ഷണമില്ലാതെ അവിടെ കിടത്തുന്നത്? അവർ സ്വാഭാവികമായും ഒരു രക്ഷാധികാരി, ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് അവർക്ക് നോവില്ലേ കുട്ടികൾ പട്ടിണി കിടക്കുന്നതെന്ന് അറിയുമ്പോൾ? എന്തിനാണ് ആ സമയത്ത് വൈരാഗ്യവും വാശിയും ജയമാരേണ്ടതാണെന്നും അന്വേഷിക്കുന്നത്? തൽക്കാലത്തേക്ക് ഞാൻ ഒഴിയാം, കുട്ടികൾ ഭക്ഷണം ഇല്ലാതിരിക്കട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, അവർ ഭക്ഷണമില്ലാതെ ഇങ്ങനെ എനിക്ക് എൻ്റെ പേരിൽ കിടക്കണ്ട എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ആലോചനയോ ശരിയോ തെറ്റോ പിന്നീട് തീരുമാനമാകട്ടെ. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് ആലോചനയുണ്ടെങ്കിൽ 100% അതിനോടൊപ്പമാണ്. പക്ഷേ ഈ പഠിച്ച കുട്ടികൾക്ക് അഫിലിയേഷൻ ഇല്ലാത്ത സർട്ടിഫിക്കറ്റും കൊണ്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു പ്രശ്നം.
അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? എനിക്കറിയില്ല. കുട്ടികളുടെ അഫിലിയേഷൻ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കലാണോ പരിഹാരം? അതറിയില്ല. പക്ഷേ ഒരു പൊതുസമൂഹത്തിന് ഒന്ന് ഉപദേശിക്കാമെന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അധികാരികൾക്ക് അത്രയൊന്നും വേണ്ട. തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്കൂ, ഈ കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറയുന്ന ഒരു സമവായം ഉണ്ടല്ലോ കുട്ടികളോട് പറയുന്നതിന് ഉപരി. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ആലോചന എന്തുകൊണ്ട് വെച്ചുകൂടാ? നമ്മൾ എല്ലാ സമരങ്ങൾക്കും അങ്ങനെയല്ലേ, അധികാരികൾ മാറി നിന്ന് അന്വേഷണം നടക്കട്ടെ എന്ന് പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിന്, കേരള സമൂഹത്തിന് കാളും പ്രാധാന്യം വരുന്നത്? അത് ഗൗരവമുള്ള ആലോചിക്കേണ്ട വിഷയമാണ്. അതെ 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 തീർച്ചയായും തീർച്ചയായും അത് ആലോചിക്കേണ്ട വിഷയമാണ്. കുമാരി, ആശ ഇവിടെ നല്ല വിദ്യാഭ്യാസം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ ആശ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ലോ അക്കാദമിയിൽ വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിൽ പഠനം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തീർച്ചയായും അതിനുണ്ട്. ആ നിലയ്ക്ക് ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് തന്നെ വളരെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, നിയമവിദ്യാഭ്യാസം ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നു. പിന്നെ താരതമ്യേന കുറഞ്ഞ ചെലവിൽ, അതിപ്പോൾ ഹോസ്റ്റൽ ആണെങ്കിൽ പോലും 1000 രൂപ മാത്രം റെന്റുള്ള ഹോസ്റ്റലിൽ തിരുവനന്തപുരത്ത് മറ്റെവിടെയും സാധിക്കില്ല എന്നുള്ള തരത്തിൽ മാനേജ്മെന്റ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ പ്രിൻസിപ്പൽ എന്നുള്ള ഒരു പ്രശ്നം മാറിയാൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ പിന്നെ ആ കോളേജിൽ ബാക്കിയെല്ലാം ഓക്കെയാണോ? ഇത് ഞങ്ങൾ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇന്റേണൽസ് വ്യക്തമായിട്ട് ഇടുക, ഞങ്ങളുടെ അറ്റൻഡൻസ് ക്ലിയർ ആക്കി കാണിക്കുക, അതുപോലെ കോളേജിൽ നിലനിൽക്കുന്ന സമാന്തര ഭരണമുണ്ട്. മാം നിലവിൽ ഇപ്പോൾ മാം പ്രിൻസിപ്പൾ ആയിരിക്കും, മാമിന്റെ മകന്റെ കാമുകിക്ക് അവിടെ ഞങ്ങളെ പ്രിൻസിപ്പളെ പോലെ തന്നെ ഭരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അത്തരം 11 ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. മാം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വാസമുള്ള കാര്യമാണ്. മാം ഇരിക്കുമ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ പറ്റുന്നതല്ല. മാം മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 11 കാര്യങ്ങൾക്കും വ്യക്തമായ തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോകുന്നതാണ്. ഇക്കാര്യത്തിൽ ആശ, അവിടെയുള്ള ഫാക്കൽറ്റിയുടെ സപ്പോർട്ട്, മാനേജ്മെന്റിൽ ഇപ്പോൾ മാം മാത്രമാണ് പ്രശ്നം എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ ഡോക്ടർ ലക്ഷ്മി നായർ മാറിയാൽ സമാന്തരമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പൂർണ്ണമായും സന്നദ്ധവും സജ്ജവുമാണോ അവിടെയുള്ള ബാക്കിയുള്ള സംവിധാനങ്ങൾ? അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാം ആയിരുന്നു അവിടെ എല്ലാം. മാമാണ് ടീച്ചേഴ്സിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. മാമാണ് കുട്ടികളെ പോലും. ഞങ്ങളുടെ ഹോസ്റ്റലിൽ വാർഡനുണ്ട്, പക്ഷേ എന്നാൽ പോലും വാർഡനേക്കാളും ഞങ്ങൾ ചെന്ന് കാര്യങ്ങൾ പറയേണ്ടത് വാർഡൻ അവിടെ യാതൊരു വിലയുണ്ടായിരുന്നില്ല. അപ്പോൾ മാം മാറിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ അവരുടേതായ ഒരു പവർ വരും. അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു വിശ്വാസമുണ്ട്. ശ്രീ ജെക്സി തോമസ്, ഇത് കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമായി തന്നെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു കോളേജിലെ അവസ്ഥയല്ല, മറ്റക്കര ടോംസിലും നെഹ്റു ഗ്രൂപ്പിൻ്റെ കോളേജുകളിലും വിമൽ ജ്യോതിയിലുമൊക്കെ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച ധാരണ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് പോലെ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിനി തന്നെ അധികാര കേന്ദ്രമായി മാറുക, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്വകാര്യത ഇല്ലാതിരിക്കുക, ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെ പേരിൽ വ്യക്തിവൈരാഗ്യമുള്ള ആളുകളുടെ ഭാവി തന്നെ ഇല്ലാതാക്കുക, തോന്നും പോലെ അതിപ്പോൾ സെമിനാറും അസൈൻമെൻറ്റും ഒക്കെ എങ്ങനെയായാലും ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതൽ ഇന്റേണൽസ്, ഇഷ്ടമില്ലാത്തവർക്ക് ഇനി എത്ര മികച്ചവരായാലും ഇന്റേണൽസ് ഇല്ല എന്നുള്ള അവസ്ഥ. അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ ഭാവി മാനേജ്മെന്റിന് തീരുമാനിക്കാം എന്നുള്ള അവസ്ഥ കേരളത്തിലെ കലാലയങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഭീകരമായ അവസ്ഥ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോളേജിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഈ സിസ്റ്റം മാറണമെന്ന ആഗ്രഹം SFIക്കില്ലേ? ശ്രീ അഭിലാഷ്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കുറേയധികം ആവശ്യങ്ങൾ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഏതെങ്കിലും ഒരു കേരള ലോ അക്കാഡമിയിലെയോ ഏതെങ്കിലും ഒരു മറ്റക്കര ടോംസിലെയോ ഏതെങ്കിലും ഒരു പാമ്പാടി നെഹ്റു കോളേജിലെയോ മാത്രം ഇഷ്യൂ അല്ല. ഇനിയും പുറത്തു വരാൻ കഴിയാത്ത, ഇനിയും പുറത്ത് വന്നിട്ടില്ലാത്ത, ഇനിയും വിദ്യാർത്ഥികളൊന്ന് പുറത്തു പറഞ്ഞാൽ തങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയപ്പാടോടുകൂടി കഴിയുന്ന കലാലയങ്ങൾ ഈ കേരളത്തിന്റെ ജനാധിപത്യപരമായ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വളക്കൂറുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളൊന്ന് പരിശോധിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കലാലയങ്ങൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയുണ്ടായി? നല്ല രാഷ്ട്രീയപരതയ്ക്ക് കേൾവി കേട്ടിരുന്ന ഒരു സംസ്ഥാനത്ത്, നല്ല രാഷ്ട്രീയ അവബോധത്തിന് കേൾവി കേട്ടിരുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് മുഴുവൻ ജനാധിപത്യ ക്രമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇതേപോലെയുള്ള നരാധമത്വം നടപ്പിലാക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമായ കലാലയങ്ങൾ എങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, 80കൾക്ക് ശേഷം കേരളത്തിന്റെ കലാലയ രാഷ്ട്രീയം സമം ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം എന്ന് പറയാൻ പറ്റുന്ന സമവാക്യം നമ്മുടെ നാട്ടിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും ഒരു മലയിൽ കോർത്ത് മുത്തുകൾ എന്ന പോലെ കലാലയ രാഷ്ട്രീയം ആകെ ആപത്ത് എന്ന വർത്തമാനം പഴിച്ചുവിടാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ മധ്യവർഗം, നമ്മുടെ പൊതുബോധ നിർമ്മിതി, ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അക്കാഡമിക് ജീവിതങ്ങളിലും വലുതായി
കലാലയങ്ങളിൽ ഉണ്ടാവുന്ന ഒറ്റപ്പെട്ട സംഘർഷങ്ങളെ കാണാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയാണ് കലാലയ രാഷ്ട്രീയത്തെ പടിക്ക് പുറത്തു നിർത്തേണ്ടതാണെന്നൊരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ടായി. ആ പൊതുബോധ നിർമ്മിതിയുടെ ഗ്യാപ്പിലാണ് ഇതേപോലെയുള്ള നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് അക്കാഡമിക് ജീവിതങ്ങളെ കണ്ണീരിലാർത്തി ഇതേപോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കൂണുപോലെ മുളച്ചു പൊതിയത് ആ കാലഘട്ടത്തിലാണ്, ആ വിടവിലാണ്. അന്നൊക്കെ ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? അന്ന് അത് സാർത്ഥകമാകുന്നതിൽ ഈ കാലഘട്ടം സാക്ഷ്യം വഹിക്കുക. ഞങ്ങളുടെ ആളുകൾ സ്വാശ്രയ വിദ്യാഭ്യാസം, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ സ്വാശ്രയ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത് അനിവാര്യമായ ദുരന്തമായിരിക്കുമെന്ന് SFI ആയിരുന്നു ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിച്ചത്. ഇപ്പോൾ ഈ വർത്തമാനം പറയുന്ന ജ്യോതികുമാർ ചാമക്കാല വൈകിയെങ്കിലും ഈ നിലപാടിലേക്ക് എത്തിയത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരത്തിൽ ജ്യോതികുമാർ ചാമക്കാലയും കൂടെ കൂട്ടാൻ SFI തയ്യാറാണ്. കാരണം എത്ര വലിയ വില കൊടുത്തിട്ടാണെങ്കിലും, ആരെ കൂടെ കൂട്ടിയിട്ടാണെങ്കിലും, എത്ര വലിയ ഐക്യം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇതേപോലെയുള്ള ഏകാധിപതികൾ തകർത്തെറിയപ്പെടണമെന്ന് തന്നെയാണ് SFIയുടെ ആവശ്യം. പക്ഷേ സ്വാശ്രയ വിദ്യാഭ്യാസം വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇന്ന് വിളിച്ചു പറഞ്ഞു, അന്ന് അത് അക്ഷരം പ്രതി സ്ഥാപിതമായിരിക്കണം. കാരണം മാതാപിതാക്കളുടെ മുമ്പിൽ രമ്യകർമ്മ്യങ്ങളായ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് AC ലാബുകളോ കിച്ചൺ ലാബുകളോ മാത്രം കൊണ്ട് അക്കാഡമികമായ ക്രിയാത്മകമായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. SFI എന്ത് മുദ്രാവാക്യം വിളിച്ചോ അത് അക്ഷരം പ്രതി സാർത്ഥകമായിരിക്കുന്നു. കാരണം സെൻട്രലൈസ്ഡ് AC ഹാളുകൾക്കും രമ്യകർമ്മ്യങ്ങൾക്കും മാത്രം അക്കാഡമിക് അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. നല്ല ക്രിയാത്മക ബോധമുള്ള രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ കഴിവുള്ള, എല്ലാവിധ വിധേയത്വങ്ങളുടെയും വാല് ഇളക്കി മുറിച്ച് മാറ്റാൻ കഴിയുന്ന നല്ല തന്റേടവും ആർജവുമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഉൽപ്പാദിപ്പിക്കാൻ കെട്ടിടങ്ങൾ മാത്രം പോലെ ആർജവമുള്ള രാഷ്ട്രീയ സംസ്കാരം കൂടെ നമ്മുടെ കലാലയങ്ങളിൽ വേണമെന്ന് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. തീർച്ചയായും ശ്രീ ജയ്ക്ക്, പക്ഷേ ഈ ക്യാമ്പസിൽ SFIയും ABVPയും AISFും KSUവും ഒക്കെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. തുടരണം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സർവകലാശാല എന്തൊക്കെ പരിശോധിക്കും? ഇപ്പോൾ വിദ്യാർത്ഥികൾ അവർ നേരിട്ട മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരാതി സിൻഡിക്കേറ്റ് മുൻപാകെ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് പരിശോധിക്കും. അതിനപ്പുറത്ത് 12 ഏക്കർ സർക്കാരിൻ്റെ ഭൂമിയാണ്. ആ ഭൂമിയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസേതര പ്രവർത്തനങ്ങൾക്കായി ആ ഭൂമി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമോ? ഒപ്പം സർക്കാർ വിട്ടു നൽകിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ എങ്ങനെ എന്ന് പരിശോധിക്കുമോ? ഇതിൻ്റെ ഉടമസ്ഥാവകാശം, ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ രീതി ഇപ്പോൾ എന്താണ് അതിൻ്റെ പാറ്റേൺ എന്ന് പരിശോധിക്കുമോ? ശരിയാണ്, ട്രസ്റ്റാണ്. നമ്മൾ സിനിമയിൽ കേട്ടിട്ടുള്ളത് മാതിരി ഞാനും അപ്പനും പിന്നെ അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും, അതാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞത് മാതിരിയുള്ള ട്രസ്റ്റാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരായുമോ? എന്തൊക്കെയാണ് സിൻഡിക്കേറ്റിൻ്റെ പരിഗണനാ വിഷയങ്ങൾ? അഭിലാഷ്, അതിനു മുമ്പ് ഞാൻ ഈ ജയ്ക്ക് പറഞ്ഞതിന് മറുപടി പറഞ്ഞോട്ടെ. ഈ പയ്യൻ ചെറുപ്പക്കാരനൊക്കെ കൊച്ചു പയ്യനാണ്, SFI ആണ്. അതൊക്കെ ആഗോള പ്രതിഭാസമൊക്കെ സംസാരിക്കട്ടെ. ഇയാൾ ജ്യോതികുമാർ ചാമക്കാലയെ സമരരംഗത്തേക്ക് സ്വീകരിക്കാനൊന്നും ആയില്ല. ഇവിടെ ഈ ലോ അക്കാഡമി ലോ കോളേജിന് എതിരായിട്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ സമരം നടത്തിക്കൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നതാണ്. അന്ന് ഈ പറയുന്ന ജയിക്കിൻ്റെ സീനിയർ ഉണ്ടല്ലോ ബാലമുരളി, എവിടെയായിരുന്നു ആദ്യം അദ്ദേഹം ഒന്ന് അന്വേഷിക്കട്ടെ, ഈ പയ്യനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ സമരരംഗത്തേക്ക് വന്നത് ഞാനിവിടെ രാഷ്ട്രീയം പറഞ്ഞല്ലോ ഇതുവരെ, സമരരംഗത്തേക്ക് വന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഏറ്റവും അവസാനമാണ് SFI വന്നത്. എന്നിട്ട് ഇങ്ങനെ ആഗോള പ്രതിഭാസം സംസാരിച്ചാൽ പോരാ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ കോളേജിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 12 ഏക്കർ സ്ഥലത്താണ് കോളേജ് നടക്കുന്നത്. പണ്ട് 12 ഏക്കർ വേണമായിരുന്നു. അന്ന് സർക്കാർ പട്ടത്തിന് കൊടുത്താണ് ഈ 12 ഏക്കർ. ഇപ്പോൾ അത് വെറും 3 ഏക്കർ സ്ഥലം മതി ഈ കോളേജ് എല്ലാ കോളേജ് നടത്തുന്നതിന്. സംസ്ഥാനത്ത് ഉടനീളം 3 ഏക്കർ മതി എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന 9 ഏക്കർ സർക്കാർ തിരിച്ചെടുക്കാൻ തയ്യാറാകണം. അടിയന്തരം ഇതാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ 3 വർഷം മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും വീണ്ടും പരാതി കൊടുക്കാൻ തയ്യാറാണ്. 1. 2, ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ പുന്നൻ റോഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ മണിമാളിക പണിഞ്ഞ് ഫ്ലാറ്റുകൾ പണിഞ്ഞ് കൊമേഴ്സ്യലൈസ് ചെയ്ത് വിറ്റിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനത്ത് നിയമവിദ്യാഭ്യാസവും നിയമരംഗത്തേക്കുള്ള ഗവേഷണവും നടത്താൻ വേണ്ടി രൂപീകരിച്ച ട്രസ്റ്റിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഭൂമിയിൽ ഫ്ലാറ്റ് സമുച്ചയം പണിഞ്ഞ് അത് കൊമേഴ്സ്യലൈസ് ചെയ്ത് വിറ്റ് പൈസയാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും പിന്മാറിക്കൊണ്ട് അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നു. ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കണം. ഞങ്ങളെ സംബന്ധിച്ച്, സർവകലാശാലയെ സംബന്ധിച്ച് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് സർവകലാശാലയ്ക്ക് അന്വേഷിക്കാൻ കഴിയുക. ഒപ്പം കുട്ടികളുടെ ഗ്രീവൻസും ഇത് രണ്ടും നിർബന്ധമായി അന്വേഷിക്കും. അതിനപ്പുറമായി ഈ സർക്കാർ, നിലവിലുള്ള സർക്കാർ LDF ആയാലും UDF ആയാലും ശരി, ആ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ മുൻകാലങ്ങളിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പുന്നൻ റോഡിലെ വസ്തുവിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ പേരൂർക്കടയിലുള്ള വസ്തുവിനെ സംബന്ധിച്ചും അത് തീർച്ചയായും വരും ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഞാൻ മുന്നോട്ട് പോകും. അതിന് ഞാൻ ജയിക്കിനെ കൂടി എന്നോടൊപ്പം നിൽക്കുവാൻ ക്ഷണിക്കുകയാണ്. കാരണം ഇത്രയും വൈകിയെങ്കിലും വിവേകം ഉദിച്ച് ഈ സമരരംഗത്തേക്ക് വന്ന ജയിക്കിനെ ഉൾപ്പെടെ ഈ ലോ അക്കാഡമി ലോ കോളേജിലേക്ക് നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിന് സർവകലാശാലയുടെ ഭാഗത്ത് സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും KPCയുടെ സെക്രട്ടറി എന്ന നിലയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2010 മുതൽ
ഈ രംഗത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ, സജീവമായി രംഗത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ. അതുകൊണ്ട് തന്നെയാണല്ലോ അഭിലാഷ് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ സ്വാധീനത്തിനാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടോ കണ്ടിട്ടോ ഇല്ല. എന്നെ സംബന്ധിച്ച് ലോ അക്കാഡമിയിൽ നടക്കുന്ന ക്രമവിരുദ്ധമായ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, തുടർന്നും ചൂണ്ടിക്കാണിക്കും, അത് തുടരുക തന്നെ ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. ശരി, ശ്രീ ജേക്ക്, ഇക്കാര്യത്തിൽ KSU എന്നോ SFI എന്നോ വ്യത്യാസമില്ല, കോൺഗ്രസ് എന്നോ CPM എന്നുള്ള വ്യത്യാസമൊന്നും ഇക്കാര്യത്തിൽ വേണ്ട. കാരണം വിദ്യാർത്ഥികൾ 99% അവിടെ സമരത്തിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, 100% സത്യവും നീതിയും അവരുടെ പക്ഷത്താണെന്നുള്ളതാണ്. അവരെ പിന്തുണയ്ക്കുക എന്നുള്ള ദൗത്യമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒക്കെ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ സമരം ചെയ്യുന്നു, ഒരുമിച്ച് സമരം ചെയ്യുന്നോ അല്ലെങ്കിൽ രണ്ടായി പിരിഞ്ഞ് സമരം ചെയ്യുന്നോ എന്നുള്ളത് അപ്രസക്തമാണ്. ഇക്കാര്യത്തിൽ ശ്രീ ജേക്സി തോമസ്, യൂണിവേഴ്സിറ്റിയും സർക്കാരും ശരിയായ നിലപാടെടുക്കുന്നില്ലെങ്കിൽ അവർ ഇക്കാര്യത്തിൽ ഇനി മുട്ടുന്യായങ്ങളിലേക്ക് അഭയം പ്രാപിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ശ്രീ അഭിലാഷ് ചോദിച്ചതിന്റെ മറുപടിയിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു, അതിലൊന്നും മറുപടി പറയട്ടെ. വേറൊന്നുമില്ല, ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് സ്വാശ്രയ വിദ്യാഭ്യാസം ഒരു പ്രശ്നമായി വന്നപ്പോൾ മാത്രമാണ്. ആരായിരുന്നു അതിന്റെ പ്രയോക്താക്കൾ, ആരായിരുന്നു അതിനെ എതിർത്തത് എന്ന ചർച്ചയുടെ ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്തത്. അന്ന് ഈ പറയുന്ന KPCC ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനത്തിന്റെയും പരമമാന്യന്മാർ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് ചുവപ്പ് പരമദാനി പിടിച്ചു കൊടുത്തതായിരുന്നു എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം പറഞ്ഞിട്ടില്ല. ആ വിഷയം അവിടെ അവസാനിക്കട്ടെ. പിന്നെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല KLAക്കെതിരെയുള്ള അക്കാഡമിക് നിയമപരമായ പോരാട്ടങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞ അതേ മറുപടി ഞാൻ തിരിച്ചു പറയുന്നില്ല. കാരണം ശ്രീ ജ്യോതികുമാർ ചാമക്കാല പഠിച്ച സ്കൂളിലല്ല ഞാൻ രാഷ്ട്രീയം പഠിച്ചത്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതവിടെ നിൽക്കട്ടെ. ശ്രീ അഭിലാഷ് ചോദിച്ച് വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുമെന്ന്. ശ്രീ അഭിലാഷ്, അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ന് ഞങ്ങളവിടെ നിരാഹാര സമരമാണ് നടത്തുന്നത്. എത്ര വലിയ ആളുകൾ, എത്ര വലിയ സ്വാധീന ശക്തികൾ നമുക്ക് മുമ്പിൽ വന്നാലും ഒരു തർക്കവും വേണ്ട, കേരള ലോ അക്കാഡമിയിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച 11 ആവശ്യങ്ങളുണ്ട്. മുഴുവൻ ആവശ്യങ്ങളിലും പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പതാക താഴ്ത്തി വെക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ. അതേവരെ അവസാനത്തെ ഇഷ്യൂവിനും പരാതിയും പരിഹാരവും കാണുന്നിടം വരെ ഞങ്ങൾ ശക്തമായി ഈ സമരവുമായി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ഇവിടെ പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ അവിടുത്തെ പൊതുപ്രസ്ഥാനങ്ങൾ, അവിടുത്തെ ഇതര ജനാധിപത്യ ശക്തികളൊക്കെ തന്നെ ഈ സമരത്തോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റേത് സംഘടനകൾ വന്നു എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. ആർക്കാണ് യഥാർത്ഥത്തിൽ ഇതിൽ സ്വാധീനത്തിന് വഴിപ്പെട്ടു പോയ സംഘടനകൾ ഏതൊക്കെയാണ്? ഇന്നലെ അവിടുത്തെ തിരുവനന്തപുരത്തെ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ലോ അക്കാഡമിയിലേക്ക് മാർച്ച് നടത്തിയത്. സഖാവ് V ശിവൻകുട്ടി ഉൾപ്പെടെ തിരുവനന്തപുരത്തെ മുൻ MLA മുൻ മേയറും ഉൾപ്പെടെയൊക്കെയുള്ള എല്ലാ തിരുവനന്തപുരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ഈ സമരപ്പന്തലിൽ വരികയും ഈ സമരത്തിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്തു. ആരാണ് ഇല്ലാത്തതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിദ്യാർത്ഥികൾ വിജയിക്കണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ലോ അക്കാദമി, ലോ കോളേജിൽ അക്കാദമികമായും മനുഷ്യാവകാശപരമായുമുള്ള എല്ലാ അവകാശങ്ങളും വിദ്യാർത്ഥികൾക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം. വിദ്യാർത്ഥികളുടെ ഭാവിക്ക് കോട്ടമുണ്ടാകരുത്, വിദ്യാർത്ഥി പക്ഷം ജയിക്കണം എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ പൊതു താല്പര്യം. അക്കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി ശ്രീ ജേക്സി തോമസ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീമതി T. പാർവതി, കുമാരി ആശ ചർച്ചയിൽ പങ്കെടുത്തതിന്.